ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാം. ആ ആ ആ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. ആ ജനിച്ചു. ആ ഓക്കെ, അടുത്തും കൂടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിച്ചു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനഭാഗമാണ്. മോശ വർഷങ്ങൾക്ക് മുൻപ് ഈ വചനം രേഖപ്പെടുത്തുമ്പോൾ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ഭൂമിയിൽ അവതരിക്കുവാനുള്ള ലോകരക്ഷിതാവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണ്. ഇവിടെ നാം വായിച്ച അല്ലെങ്കിൽ ഏഥനിൽ വെച്ച് ദൈവത്തിൻ്റെ ആദ്യത്തെ അരുളപ്പാടാണ്. എന്താ പറഞ്ഞേ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഏഥനിൽ വെച്ച് ആദ്യ മാതാപിതാക്കളായ ആദാം ഹൗവ ദമ്പതിമാർ പാപം ചെയ്തപ്പോൾ പാപം ചെയ്യിപ്പിച്ച ദുഷ്ടപിശാചായ സർപ്പത്തോട് ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഒരു സ്ത്രീയിലൂടെ പാപം ചെയ്യിപ്പിച്ച് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയെങ്കിൽ അടുത്തൊരു സ്ത്രീയുടെ സന്തതിയെ അതിന് പരിഹാരമായി എൻ്റെ കർത്താവ് കാണുകയാ. ഒരു സ്ത്രീയിലൂടെ പാപം ചെയ്യിപ്പിച്ച് ഒരു സ്ത്രീയിലൂടെ ജനത്തെ തകർത്തു കളഞ്ഞെങ്കിൽ അടുത്ത സ്ത്രീയെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുക. ഇതിനകത്ത് ഈ കാലഘട്ടത്തിൽ ഇതിനകത്ത് കർത്താവ് കണ്ടിരിക്കുക. ചില സഹോദരിമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. വെറുതെ അല്ലെന്നേ, ഈ ഒരു മീറ്റിംഗിലൂടെ എത്ര പേർ വിശ്വസിക്കുന്നു? അനേക സഹോദരിമാർ തകർന്നു പോകുമ്പോൾ ഉണർവോടെ ശക്തിയോടെ കൃപയോടെ നാം ചില സഹോദരിമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. ഈ ഒരു തൂണൊരു മറവാ അല്ലേ? പ്രൈസലോ. നമുക്ക് എല്ലാവരെയും ഒന്നും കാണാൻ പറ്റത്തില്ല, എങ്കിലും നമ്മെ സ്തോത്രം ഇന്ന് പകൽ വിശ്വസിക്കുക. ഈ പ്രാർത്ഥന വെച്ചത് വെറുതെയല്ല. ചില മാസങ്ങൾക്ക് മുമ്പ് ധനദാസി വിളിച്ചു പറഞ്ഞു, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തൊരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. സ്തോത്രം. അനേക സഹോദരിമാർ തകർന്നു പോകുമ്പോൾ, അനേക സഹോദരിമാർ നശിച്ചു പോകുമ്പോൾ, അനേക കുടുംബങ്ങൾ തകർന്നു പോകുമ്പോൾ ഉണർവോടെ എഴുന്നേൽക്കുന്ന ഒരു കൂട്ടം സഹോദരിമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഈ ഒരു മിനിസ്ട്രിയിലൂടെ ദൈവാത്മാവ് ഇടപെടുക. യേശുവിൻ്റെ നാമത്തിൽ ശക്തമായി പറ. അനേകരുടെ അഭിഷേകത്തെ പിടിച്ചു നിർത്തുന്ന ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ അഭിഷേകത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ തകർക്കുന്ന ദൈവസഭയെ അല്ലെങ്കിൽ ദൈവജനത്തെ അഭിഷക്തന്മാരെ തകർക്കുന്ന അനേക സഹോദരി ബൈബിളിൽ ഒരു വ്യക്തി എടുത്തിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. സ്തോത്രം. നമുക്കറിയാം, ആഹാബിൻ്റെ രഥത്തിന് മുൻപേ ഓടിയ ഏലിയാവല്ലേ? അതെ, ആഹാബിൻ്റെ രഥത്തെ നയിക്കുന്ന കുതിരയുടെ വേഗതയേക്കാൾ പാഞ്ഞുപോയ ഏലിയാവ് തൻ്റെ ഓട്ടത്തെ ഒരു സ്ത്രീയുടെ ശബ്ദം പിടിച്ചു നിർത്തി. സ്തോത്രം. തൻ്റെ ഓട്ടത്തെ അവിടെ പിടിച്ചു നിർത്തി. താൻ വിളിച്ചു പറയുക, മതി, എന്നെ എടുത്തോ. താൻ വിളിച്ചു പറയുക, എനിക്ക് മതി കർത്താവേ. ചില ശബ്ദങ്ങൾ, ചില സ്ത്രീകളുടെ ശബ്ദങ്ങൾ, ചില വ്യക്തികളുടെ ശബ്ദങ്ങൾ നമ്മുടെ അഭിഷേകത്തെ ഓട്ടത്തെ പിടിച്ചു നിർത്തുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നീ എഴുന്നേൽക്കാൻ തയ്യാറാക. അവിടെ നിന്ന് നീ എഴുന്നേൽക്കും മക്കളെ. ശക്തമായി ദൈവാത്മാവ് വിളിച്ചു പറയുക.
അടകര ദിഗനകട ചില വാക്കുകൾ നിന്നെ ഒതുക്കിയില്ലേ, ചില ശബ്ദങ്ങൾ നിന്നെ ഒതുക്കിയില്ലേ, അല്ല ചില ഇസബേലെ വാക്കുകൾ നിന്നെ തളർത്തിയില്ലേ. പക്ഷെ കർത്താവ് പറഞ്ഞു, നോ, അടുത്ത ഉണർവോടെ നീ എഴുന്നേൽക്ക്. ഏലിയാവിനെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നേൽക്ക്, നിനക്കൊരു യാത്രയുണ്ട്. സ്തോത്രം. ഏലിയാവ് ചോദിച്ചോ? അട ചോദിച്ചോ? ഇല്ല. വെള്ളം ചോദിച്ചോ? ഇല്ല. ദൂതനെ വിടാൻ പറഞ്ഞോ? ഇല്ല. ഏലിയാവ് എന്താ ചോദിച്ചേ? മരണം. മരണമാ ചോദിച്ചേ. പക്ഷെ ദൈവം പറയും, ഏലിയാവേ, നിനക്ക് ഞാൻ മരണം തരാൻ ഒരുക്കമല്ല. നിനക്ക് ഞാൻ മരണമല്ല മുന്നിൽ വെച്ചത്. നിനക്കടുത്തൊരു പുറപ്പാടുണ്ട്, നിനക്കടുത്തൊരു യാത്രയുണ്ട്. നിന്നിലൂടെ ചില ദൈവപ്രവർത്തികൾ ചെയ്തെടുക്കാൻ പോവാ. ഇതിനകത്ത് കരഞ്ഞില്ലേ, മതി കർത്താവേ മതി, എനിക്ക് മതി എന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? പക്ഷെ കർത്താവ് പറഞ്ഞു, അല്ല മക്കളെ, അടുത്തൊരു തലത്തിലേക്ക് നിനക്കൊരു പുറപ്പാടുണ്ട്. ആമൻ. നിന്റെ പ്രായം ഒരു വിഷയമല്ല. ആമൻ. നിന്റെ കഴിവൊരു വിഷയമല്ല. നിന്റെ കുടുംബശ്രേഷ്ഠത ഒരു വിഷയമല്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നിന്റെ വിദ്യാഭ്യാസം ഒരു വിഷയമല്ല, നിന്റെ സൗന്ദര്യം ഒരു വിഷയമല്ല. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ. ആമേൻ. അടുത്തൊരു തലത്തിലേക്കൊരു യാത്ര. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ദൈവശബ്ദം അല്ലെങ്കിൽ ദൂതൻ പറഞ്ഞു യാത്രയുണ്ട്. ഏലിയാവ് യാത്ര ചെയ്ത് എവിടെ ചെന്നു? ഹോരേബിൽ ചെന്നു. ഹോരേബിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമല്ലേ? അതെ, ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമാ ഹോരേബ്. പക്ഷെ ഏലിയാവ് എവിടാ ഇരുന്നേ? ഗുഹയ്ക്കകത്താ. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് ഗുഹയുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നേ. ഇവിടെ അസാധാരണ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. തുടക്കം തൊട്ട് ഇതിനകത്ത് ഉറങ്ങുന്നവരുണ്ട്, പല ചിന്തയിൽ പോകുന്നവരുണ്ട്, പല അതൊന്നും ശ്രദ്ധിക്കപ്പെടാത്തവരുണ്ട്, എന്നാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ ഒറ്റ കാര്യം പറയാം, ഗുഹയ്ക്കകത്തിരിക്കുന്നവരുണ്ട്. പക്ഷെ കർത്താവ് നിന്നോട് സംസാരിക്കുന്നു, ആമേൻ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിനക്ക് ഇവിടെ എന്ത് കാര്യം? പരിശുദ്ധാത്മ പറയുന്നു, ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലത്ത് ആമേൻ, ഗുഹയ്ക്കകത്തിരിക്കാനല്ല നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന് ഗുഹയ്ക്കകത്തിരിക്കാനല്ല. യാത്ര ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? അവൻ ചിലത് പ്രാപിച്ചെടുക്കാനോ. ദൈവം ഏലിയാവിനോട് ചോദിക്കുക, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്ത് പർവ്വതത്തിൽ ദൈവ സന്നിധിയിൽ നിൽക്ക. എന്നിട്ട് ഏലിയാവിനെ കുറെ കാഴ്ച കാണിച്ചു. എന്താ കാണിച്ചേ? കൊടുങ്കാറ്റ് കാണിച്ചു, തീ കാണിച്ചു, ഭൂകമ്പം കാണിച്ചു. ഏലിയാവ് ഞെട്ടിപ്പോയി. എന്താ ഞെട്ടിയേ? കാണിച്ച കൊടുങ്കാറ്റിനകത്ത് യഹോവ ഇല്ല, കാണിച്ച ഭൂകമ്പത്തിൽ യഹോവ ഇല്ല, കാണിച്ച തീക്കകത്ത് യഹോവ ഇല്ല. യഹോവ ഇല്ലാത്ത തീ അല്ല. യഹോവ ഇല്ലാത്ത കൊടുങ്കാറ്റല്ല. യഹോവ ഇല്ലാത്ത ഭൂകമ്പം അല്ലെന്നേ. യാമേ സ്തോത്രം. ദൈവം പറയോ, ഏലിയാവേ, എനിക്ക് തീ പോരായോ ആ കൊട്ടാരത്തെ കത്തിക്കാൻ? എനിക്ക് കൊടുങ്കാറ്റ് പോരായോ ഈസബേലിനെ പറപ്പിക്കാൻ? മതിമക്കളെ, പക്ഷേ ഞാൻ അതുകൊണ്ടല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ കൊടുങ്കാറ്റ് കൊണ്ടല്ല, ഞാൻ തീ കൊണ്ടല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് നിന്നിലൂടെ. ഏലിയാവേ, നിന്നിലൂടെ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുക. പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു.
യേശുവിന്റെ നാമത്തില് എനിക്കിവിടെ നിൽക്കുമ്പോൾ എല്ലാവരെയും ഒന്ന് നന്നായിട്ട് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവേ, ഞാൻ നിന്നിലൂടെയാണ് സ്തോത്രം ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു എന്നിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ, എന്നിലൂടെ ചില വീര്യ പ്രവർത്തികൾ ചെയ്തെടുക്കാൻ പോവാ, എൻ്റെ കുടുംബത്തിലൂടെ എൻ്റെ തലമുറയിലൂടെ ചില അത്ഭുതത്തിൻ്റെ പ്രവർത്തികൾ ചെയ്തെടുക്കാൻ പോവാ. പരിശുദ്ധാത്മ ശക്തമായി പറയുന്നു, ഈ മിനിസ്ട്രിയിലൂടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോവാ, ഈ സഭയിലൂടെ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ പോവാ. അതുകൊണ്ട് ആമേ, ഗുഹയ്ക്കകത്തൊന്ന് പുറത്തുവാ, ഗുഹയ്ക്കകത്തൊന്ന് പുറത്തുവാ. ഒതുങ്ങിയിരിക്കാനല്ല, ഒളിച്ചിരിക്കാനല്ല. ആമേ, സ്തോത്രം. കർത്താവ് പറയുന്നു, ആമേ, നിന്നിലൂടെ ചില വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുക. ഒരു സ്ത്രീയിലൂടെ പാപം ചെയ്യിപ്പിച്ച് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയെങ്കിൽ അടുത്തൊരു സ്ത്രീയുടെ സന്തതി ഈ പിശാചിന്റെ തലയെ തകർക്കും. സ്തോത്രം. ഏദനിൽ വെച്ച് ദൈവത്തിന്റെ ആദ്യത്തെ അരുളപ്പാടല്ലേ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. എന്നാൽ എൻ്റെ ദൈവത്തിന് അത് ചെയ്യാമായിരുന്നില്ലേ? ഏദനിൽ വെച്ച് ദൈവത്തിന് ചെയ്യാമായിരുന്നോ? ചെയ്യാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ തലമുറയെ തകർത്ത പിശാചിന്റെ തലയെ തകർക്കാൻ കർത്താവ് അടുത്തൊരു തലമുറയെ കാണുകയാ. അടുത്തൊരു തലമുറയെ കർത്താവ് കാണുകയാന്ന്. യേശുവിന്റെ നാമത്തില് അല്ലെങ്കിൽ അടുത്ത തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. എന്റെ ദൈവത്തിന്റെ അരുളപ്പാട് മാറിപ്പോകത്തില്ല. ദൈവത്തിന്റെ പദ്ധതിയില് അടുത്തൊരു സ്ത്രീയുടെ സന്തതി ജനിക്കൂ. ആ സന്തതി ഈ പിശാചിന്റെ തലയെ തകർക്കും. ഓ പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ള കുടുംബത്തിനകത്ത് തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന, തലമുറകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുമ്പോൾ അവിടെ അന്ധകാരങ്ങൾ പൊട്ടിമാറട്ടെ, അന്ധകാര ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. ആദ്യത്തെ സന്തതികൾ ആരായിരുന്നു? ആദ്യത്തെ സന്തതികൾ കയീനും ഹാബേലും. കയീൻ തൻ്റെ സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊന്നുകളഞ്ഞു. കയീൻ ആരായി മാറി? ശാപഗ്രസ്തനായി മാറി. പിശാച് ചോദിക്കും, ഇനി എൻ്റെ തല ആര് തകർക്കും? പിശാച് മാറി നോക്കി, ഇനി ആര് തകർക്കും? സഹോദരം, ജനിക്കുന്ന സന്തതികളെ എല്ലാം പിശാച് തകർത്തോണ്ടിരിക്കുക. ജനത്തെ മുഴുവനും മ്ലേച്ഛതയിൽ ബന്ധിക്കുക. സ്തോത്രം. ആമേൻ. അല്ലെങ്കിൽ നോക്കിക്കേ, ഇവിടെ ആമേൻ, ഈ അല്ലെങ്കിൽ ദൈവമായിട്ടും മനുഷ്യനും ദൈവമായിട്ടൊരു ബന്ധത്തിൽ വരാതിരിപ്പാൻ, അല്ലെങ്കിൽ മകന് മകള് എന്ന നിലവാരത്തിൽ എത്തിക്കാതെ വേണം പിശാച് ഒരുക്കിയ തന്ത്രത്തിൽ കുടുങ്ങിപ്പോയ ഈ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ദൈവം ഒരുക്കിയ രക്ഷകര പദ്ധതിയായിരുന്നു യേശുവിൻ്റെ ജനനം. അപ്പോൾ ഈ തകർക്കപ്പെട്ട് കിടക്കുന്ന ജനത്തെ രക്ഷിക്കുവാൻ ജനിക്കുന്ന സന്തതികളെ മുഴുവനും തകർത്തുകൊണ്ടിരിക്കുക. പിശാച് പറയും, ആര് തകർക്കും? അതാണ് നോഹയുടെ കാലം.
തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ മുഴുവനും പിശാചു ബന്ധിക്കുമ്പോൾ അതിനകത്ത് ഒരുവന്റെ മേൽ കൃപ പകർന്നു. ഒരുവന്റെ മേൽ കൃപ പകർന്നേ. ആമേൻ, സ്തോത്രം. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ കൊടുത്തു. ഇന്ന് പകൽ ആമേൻ, സ്തോത്രം, തന്ത്രത്തിൽ അല്ലെങ്കിൽ മ്ലേച്ഛതയിൽ കുടുങ്ങി കിടക്കുന്ന ജനത്തിന്റെ ഇടയിൽ നിന്ന് നമ്മുടെ മേൽ കൃപ തന്ന് നമ്മെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ പറ, ആ കൃപ എന്റെ മേൽ പകരണമേ, ആ ദൈവശക്തി എന്റെ മേൽ പകരണമേ. ആമേൻ, സ്തോത്രം. ആമേൻ, നോഹയ്ക്ക് കൃപ കൊടുത്തു. നോഹയോട് ദൈവം പറഞ്ഞു, ഒരു പെട്ടകം പണിയണം. ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം പണിയണം. ദൈവം പറയും, നോഹേ, നീ പെട്ടകം പണിയണം, പക്ഷെ അളവാരാ നിശ്ചയിക്കുന്നേ? ദൈവം. പ്രതികൂലത്തിൻ്റെ അളവറിയാമെന്ന, ഈ പ്രളയത്തിൻ്റെ ആഴമറിയാമെന്ന ദൈവം പറയും, നിന്റെ അളവിൽ പണിഞ്ഞാൽ ഈ പ്രളയത്തെ ജയിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. അരാരത്ത് പർവ്വതത്തിൽ ഉറയ്ക്കണമെങ്കിൽ ദൈവം പറഞ്ഞ അളവിൽ പണിയണം. സ്തോത്രം. ദൈവം പറയുന്ന അളവിൽ പണിഞ്ഞെങ്കിൽ ഈ പ്രതികൂലത്തെ ജയിച്ചു കയറി അരാരത്ത് പർവ്വതത്തിൽ ഉറയ്ക്കത്തോളൂ. സ്തോത്രം. നോഹ, നിന്റെ ഇഷ്ടത്തിന് പണിയാൻ പറ്റത്തില്ല. നിന്റെ ഇഷ്ടത്തിന് പണിഞ്ഞാൽ ആമേൻ, നീ എത്താനിടത്ത് എത്താൻ പറ്റത്തില്ല. നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റത്തില്ല മക്കളെ. നമ്മൾ പറയുന്ന രീതിയിലല്ല പോകേണ്ടത്. ദൈവം പറയുന്ന അളവില്, ദൈവം പറയുന്ന കൽപ്പനയിൽ, ദൈവം പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോയാൽ എത്താനിടത്ത് എത്തുവോ? പരിശുദ്ധാൽ വ്യക്തമായി പറയാ, നമ്മുടെ ഇഷ്ടത്തിന് പണിയാൻ നിൽക്കരുത്, നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ നിൽക്കരുത്. യേശുവിന്റെ നാമത്തില് കർത്താവ് പറയുന്ന അളവില് ശക്തിയോടെ ദൈവാത്മാവ് ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്ന അളവിലേക്ക് നീ പോകുക. കർത്താവ് പറയുന്ന അളവിലേക്ക് പണി തുടങ്ങുക. കർത്താവ് പറയുന്ന അളവിലേക്ക് നീ യാത്ര ചെയ്യുക. കർത്താവ് പറയുന്നു, ഒരളവ് തെറ്റിയാൽ നീ പ്രളയത്തിൽ മുങ്ങിപ്പോകും. 300 മുഴം നീളമാ പറഞ്ഞേ. 300 മുഴം നീളം 299 ആയാൽ ഈ പ്രളയത്തെ ജയിക്കാൻ പറ്റുമോ? ഇല്ല. 301 ആയാൽ ജയിക്കുമോ? ഇല്ല. കർത്താവ് പറയുന്ന അളവിൽ പണിയണം. നോഹ പെട്ടകം പണി ആരംഭിച്ചു. എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. നോഹയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞു, നോഹയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. ചുറ്റും നിന്ന് പലരും പരിഹസിച്ചു, പലരും അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ നോഹയ്ക്കറിയാം, ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ വട്ടെന്ന് പറഞ്ഞാലോ, ആരൊക്കെ പരിഹസിച്ചാലോ, ആമേൻ, സ്തോത്ര, നീ പറഞ്ഞ വാക്കല്ല ഞാൻ കേട്ടെ. ഞാൻ കേട്ടത് എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്ത ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം അനുസരിച്ചാ പണിയുന്നത്. ഇന്ന് പകൽ മാനുഷിക ശബ്ദത്തിന്റെ പുറകെ പോകരുത്. മാനുഷിക ശബ്ദം കേട്ട് പുറകെ പോകരുത്. ദൈവ ശബ്ദത്തിന് കാതുകൊടുക്കും മക്കളെ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോയാൽ യഹോവയായ ദൈവം നോഹയോട് പറഞ്ഞു, പെട്ടകം പണിയണം. നോഹ പെട്ടകം പണിതു. പെട്ടകത്തിൻ്റെ പണി പൂർത്തിയായി. യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. സ്തോത്രം. നോഹയും തൻ്റെ കുടുംബവും പെട്ടകത്തിനകത്ത് കയറി. കളിയാക്കിയവർ, പരിഹസിച്ചവർ, വട്ടെന്ന് പറഞ്ഞവർ, മാറി നിന്ന് ദൂഷിച്ച ഒരെണ്ണം പെട്ടകത്തിനകത്ത് കയറിയില്ല. നീ വചനവുമായി പുറത്തു വന്നപ്പോൾ, നീ വചനവുമായി ആലയത്തിൽ പോയപ്പോൾ പരിഹസിച്ചവരുണ്ട്, കളിയാക്കിയവരുണ്ട്, സ്തോത്രം, നിന്ദിച്ചവരുണ്ട്, ആരാധിച്ചപ്പോൾ ഭ്രാന്താന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവരാരും കയറിയില്ല. കർത്താവ് പറഞ്ഞു, ദൈവ ശബ്ദം കേട്ടിറങ്ങിയ നിന്നെ കർത്താവ് സ്തോത്രം പെട്ടകത്തിനകത്ത് കയറ്റിയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക. നാം കേട്ടത് ദൈവത്തിന്റെ ശബ്ദമോ? പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ദൈവ ശബ്ദം കേട്ടിറങ്ങിയ ദൈവ പൈതലേ, അടന
യെസ്. ഓ റബല ബൗഡ ബല ബര ഗട ഗധുര ബല ബര ജൂഡ ബല ദിഗ ബല ജൂഡ ബന റിഗ ബല ബ ശംദുരെ. ഓ റിഗ ബര ബ ശംദുരാധനെ. യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിലടിച്ചു. അന്ന് ജനം മ്ലേച്ഛത പ്രവർത്തിച്ചു. യഹോവയായ ദൈവം നോഹയ്ക്ക് കൃപ കൊടുത്തു. ഒരു പെട്ടകം പുറത്തെടുത്തു. ഇന്ന് നമുക്ക് വേണ്ടി ഒരു ഭവനം പണിയുക. ആരാ? എൻ്റെ യേശു ഒരു ഭവനം പണിയുകയാ. കൃപയുടെ വാതിലടയാൻ സമയമായി. കൃപയുടെ വാതിലടയാൻ സമയമായി. ഇനി അധികം നാളില്ല മക്കളെ. കൃപയുടെ വാതിലടയാ സമയമായി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. യഹോവയായ ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ജനിക്കുന്ന സന്തതികളെല്ലാം തകർത്തുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം, എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞോ? ഇല്ല. ദൈവശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. 24 വർഷത്തെ കാത്തിരിപ്പിൻ്റെ മറുപടിയായി യഹോവയായ ദൈവം ഒരു വാഗ്ദത്ത സന്തതിയെ കൊടുത്തു, ഈസഹാക്കിനെ കൊടുത്തു. ഈസഹാക്കുമായി സന്തോഷത്തോടെ ജീവിച്ചു വരുമ്പോൾ അടുത്തൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം എന്തായിരുന്നു? നിന്റെ ഏകജാതനായ മകനായ ഈസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം ഒന്നും ചോദിക്കാതെ ഈ ഈസഹാക്കിൻ്റെ കൈക്ക് പിടിച്ച് അബ്രഹാം ഇറങ്ങി തിരിച്ചു. എന്തുകൊണ്ടാണ് അബ്രഹാം ഈ കുഞ്ഞുമായി യാത്രയായത്? ദൈവത്തോട് ചോദിച്ച് കിട്ടിയതല്ലേ, വാഗ്ദത്ത സന്തതിയല്ലേ, പ്രാർത്ഥിച്ചു വാങ്ങിയ കുഞ്ഞല്ലേ. ദൈവം പരീക്ഷിച്ച പരീക്ഷണത്തിലേക്ക് മോറിയ മലയിലേക്ക് കൊണ്ടുപോകുകയല്ലേ. പക്ഷെ എന്തിനാ കർത്താവേ, എന്തിനാ ഇങ്ങനെ സംഭവിച്ചത്, എന്താ എന്ന് ചോദ്യം ചെയ്യാതെ അബ്രഹാം മകന്റെ കൈക്കുമായി പിടിച്ച് യാത്ര ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാമോ? അബ്രഹാമിനറിയാം ഞാൻ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചല്ല ഇറങ്ങിയത്. വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിച്ചിറങ്ങിയതാ. വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിച്ചിറങ്ങിയത് കൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന ഈ മകനെ, അവനെ അറുത്താലോ, അവനെ ഞുറുക്കിയാലോ, അവനെ കത്തിച്ചാലോ, അവനെ കരിച്ചാലോ, ഇതുപോലൊന്നിനെ തരാൻ എനിക്കൊരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുക. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. യേശുവിന്റെ നാമത്തിൽ ശക്തമായി ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുക. വ്യക്തമായി നാമത്തില് ഹല്ലേലൂയ. ചിലരോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ ചോദിച്ചില്ലേ, എൻ്റെ കർത്താവേ, എന്നെക്കുറിച്ച് എൻ്റെ മക്കളെക്കുറിച്ച് അനേകം വാഗ്ദത്തങ്ങൾ പറഞ്ഞതാ, പക്ഷേ എന്തേ
സ്തോത്രം, വർഷങ്ങൾ കൊണ്ട് വാഗ്ദത്തം കേൾക്കുന്നു. എവിടെയാ? കർത്താവ് പറയും, മക്കളെ, ദൈവം അറിയിച്ച വാഗ്ദത്തം മാറത്തില്ല. നീ വാഗ്ദത്തിൽ മാത്രമല്ല വിശ്വസിക്കണ്ടേ, വാഗ്ദത്തം ചെയ്തവനിലാ. വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിക്കുക. ആമേൻ, ആമേൻ. പറഞ്ഞ സമയത്ത് ദൈവത്തിന്റെ സമയം തക്ക സമയമല്ലേ? അതെ, അങ്ങനെ തന്നെ കേട്ടോ. അബ്രഹാമിനറിയാം, എൻ്റെ ഈ കുഞ്ഞ് മോറിയ മല കൊണ്ട് തീരേണ്ടവനല്ല, എൻ്റെ ഈ മകൻ അവിടം കൊണ്ട് അവസാനിക്കേണ്ടവനല്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്താനങ്ങളെ തരാമെന്ന് വാഗ്ദത്തം ചെയ്തവനാ. മണൽത്തരി പോലെ സന്തതികളെ തരുമെന്ന് വാഗ്ദത്തം ചെയ്തവനാ. അതുകൊണ്ട് ഇവിടെ കൊണ്ട് എൻ്റെ മകൻ തീരത്തില്ല, ഇവിടെ കൊണ്ട് എൻ്റെ മകൾ തീരത്തില്ല. വിശ്വാസത്തോടെ പറയുമോ? പലരും നോക്കി നിന്ന് തീരുമെന്ന്, പലരും നോക്കി നിന്ന് അവസാനിച്ചു എന്ന്. പക്ഷെ അവരുടെ മുന്നിൽ പരിശുദ്ധാത്മ പറയുന്നു, അടുത്തൊരു തലത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയോ. ഇവര് രണ്ടുപേരും കൂടെ യാത്ര ചെയ്തപ്പം സൺഡേ സ്കൂൾ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. ഈ വിറക് കെട്ടെടുത്ത് ആരുടെ മേൽ വെച്ചു? ഇസഹാക്കിൻ്റെ മേൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ യാത്രയാകുക. രണ്ടുപേരും യാത്രയാകുമ്പോൾ ഈ അപ്പനോട് മോൻ ചോദിക്കുക. മോൻ നോക്കുമ്പോൾ ഇവർ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പനോട് ചോദിച്ചു, അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? എവിടെ? ഇത് ചോദിക്കുമ്പോൾ ആരുടെ ഹൃദയമാ തകർന്നു പോകാത്ത? തകരത്തില്ലേ? അമ്മമാർ കുറേ കരഞ്ഞു തീർക്കും, പക്ഷെ അപ്പന്മാരുടെ ഹൃദയത്തിനകത്താ വേദന ഇരിക്കുന്നേ. ഈ ചോദ്യം കേൾക്കുമ്പോൾ വേണമെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ട് പറയും, മോനെ നീയാണോ? നീയാ? അങ്ങനെ പറഞ്ഞാൽ അവിടെ കൊണ്ട് യാത്ര തീരുകയല്ലേ? തീരുകയാ. അവിടം കൊണ്ട് യാത്ര അവസാനിക്കും. പക്ഷേ അബ്രഹാമിനറിയാം, ഒരു ചോദ്യം കൊണ്ട് തീരുന്നതല്ല എൻ്റെ യാത്ര, ഒരു ചോദ്യം കൊണ്ട് അവസാനിക്കുന്നതല്ല എൻ്റെ ശുശ്രൂഷ, ഒരു ചോദ്യം കൊണ്ട് തീരുന്നതല്ല എൻ്റെ മിനിസ്ട്രി. ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, മിനിസ്ട്രി തുടങ്ങി, പക്ഷേ ഹല്ലേലൂയ, പല ചോദ്യം നിന്നെ തകർത്തില്ലേ? സഭ തുടങ്ങി, പല വാക്കുകൾ നിന്നെ തകർത്തില്ലേ? ചില ചോദ്യം നിന്റെ കുടുംബത്തെ തകർത്തില്ലേ? ഇന്ന് പകൽ പറ, ചില ചോദ്യങ്ങളല്ല നിന്നെ തകർക്കുന്നത്. ആമേൻ. ദൈവാത്മ പറയുന്നു, അതിന്റെ നടുവിൽ നീ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്ക. പലരുടെ ചോദ്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കും, പലരുടെ ചോദ്യങ്ങൾ നമ്മുടെ മിനിസ്ട്രിയെ തകർക്കും, പലരുടെ ചോദ്യങ്ങൾ നമ്മുടെ തലമുറയെ ഇല്ലാതാക്കും. പക്ഷെ കർത്താവ് പറയുന്നു, ഒരു ചോദ്യം കൊണ്ട് തീരുന്നതല്ല നിന്റെ ശുശ്രൂഷ, ചോദ്യം കൊണ്ട് തീരുന്നതല്ല മക്കളെ നിന്റെ തലമുറ. പല ചോദ്യം കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞാൽ ഉള്ളറയിൽ പോയി പൊട്ടിക്കരയല്ലേ? ആ കണ്ണുനീരിൻ്റെ മറുപടിയായിട്ട് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, അവിടെ കൊണ്ട് തീരത്തില്ല. ആമേൻ, സ്തോത്രം. നിനക്ക് വേണ്ടി നിന്നോട് നിന്റെ തലമുറയോടും പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് നിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്ന സമയം വരെ ഒരു ശക്തിക്കും ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിൽ കൊണ്ടെത്തിക്കുമെന്ന്. അത് വിശ്വാസം ഏറ്റെടുത്ത് എത്ര പേർ വിശ്വാസത്തോടെ പറയൂ, അതങ്ങനെ തന്നെയോ? മോറിയ മലയിൽ ചെന്നു, യാഗപീഠമൊക്കെ പണിതു. ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തിയിട്ട് അബ്രഹാം കത്തിയെടുക്കുന്ന സമയത്ത് പിശാച് പറയും, ഇവനും തീർന്നു. പിശാച് പറയും, ഇവനും അവസാനിച്ചു. മാറി നിന്ന് പറയും, ഇവനും തീർന്നു എന്ന്.
സ്വത്രം. ഇവൻ ആരാ? വാഗ്ദത്ത സന്തതിയാ. ഇവനും തീർന്നു എന്ന് പറയുമ്പോൾ അവൻ അടുത്തൊരു ശബ്ദം, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. സ്വത്രം. പിശാച് പറയും തീർന്നെന്ന്. ദൈവം പറയും നീ തുടരുത്, നീ തുടരുത്. നിനക്ക് തന്ന തലമുറയെ നീ തുടരുത്. ചില പരീക്ഷണങ്ങൾ കടന്നു വന്നെങ്കിലും ദൈവാത്മാവിൽ വ്യക്തമായി പറയാ, തലമുറയോടുള്ള ബന്ധത്തില് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നമ്മോടും നമ്മുടെ തലമുറയോട് നമ്മുടെ കുടുംബത്തോട് കർത്താവ് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ അത് മറന്നു പോകത്തില്ല. നാം മറന്നാലും മറന്നു പോകാത്തൊരുവനുണ്ട്. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ കണ്ടത്? ആരെയാ? ആട്ടുകൊറ്റനെയാ. സ്വത്രം. കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ആ ആട്ടുകൊറ്റൻ്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുക. ഇസഹാക്ക് ജനിച്ചപ്പോൾ തന്നെ എൻ്റെ ദൈവം ഒരു ആട്ടിൻകുട്ടി ഒരുക്കി. ഇസഹാക്ക് വളർന്നതോടൊപ്പം ഈ ആട്ടിൻകുട്ടി വളർന്നത് ആട്ടുകൊറ്റനായി. അതിൻ്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുക. എന്തിനാ ഭാരപ്പെടുന്നേ? നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരാട്ടുകൊറ്റനെ ഒരുക്കിയിട്ടാ നിന്നെ അവിടുന്ന് പരീക്ഷണത്തിലേക്ക് കടത്തിവിട്ടത്. നീ ചിന്തിക്കണ്ട, നീ ഭാരപ്പെടണ്ട. നീ ഒന്ന് നോക്കിക്കേ, നിനക്ക് വേണ്ടി കരുതി വെച്ചത്, തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചത് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു. ഇനി നീ അനുഭവിക്കുന്ന ചില വേദനകൾക്ക് എന്റെ കർത്താവ് പരിഹാരം തരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ. മക്കളെ, നീ ജനിക്കുന്നതിന് മുൻപ്, നിന്റെ തലമുറ ജനിക്കുന്നതിന് മുൻപ്, ലോക സ്ഥാപനത്തിന് മുൻപേ നമുക്ക് വേണ്ടി കരുതിയത് പരിശുദ്ധാത്മ പറയുന്നു. അടുത്ത വാഗ്ദാനങ്ങൾ, വാഗ്ദത്ത സന്തതികൾ നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടു വരാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. വിശ്വാസത്തോടെ 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 അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മ വ്യക്തമായി പറഞ്ഞ് വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. അടല റിഗന ഘടക ദുരവാ രവസ്യ ഹസ്തേ രഗത്തുരി ജന രഗത്തുരി അടല ഭൈരവ പ്രാപിച്ചെടുക്കട്ടെ. നിനക്ക് വേണ്ടി അല്ല കരഞ്ഞ്, കുടുംബത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ നാമത്തിൽ സ്തോത്രം സ്തോത്രം. അബ്രഹാമും ഇസഹാക്കും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ദൈവം പറയും, അബ്രഹാമേ, നിന്റെ കയ്യിലിരിക്കുന്ന ഇസഹാക്ക് ആരാന്നറിയാമോ? ഇസഹാക്ക് ആരാ? വാഗ്ദത്ത സന്തതിയാ. മോശ ദൈവത്തോട് ചോദിക്കും, നീ ആരാന്ന്? അപ്പം ദൈവം എന്താ പറയാനിരിക്കുന്നേ? എന്താ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഞാൻ ഇസ്ഹാക്കിൻ്റെ ദൈവം,
ഞാൻ യാക്കോബിന്റെ ദൈവമായ യഹോവ എന്ന് പറയാനിരിക്കുക മക്കളെ. അതുകൊണ്ട് നിന്റെ മകൻ ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. നിന്റെ തലമുറ ദൈവത്തോ പ്രസിദ്ധമാകുക. പരിശുദ്ധ എത്ര പേർ വിശ്വസിക്കുന്നു? പിതാക്കന്മാർ പ്രാർത്ഥിച്ചു, അബ്രഹാമിന്റെയും ഈസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവേ. ജൂഡാരബ ശംതുരാധനാധര ദൂരബലഭരഘടക ദുരധനക. സ്വത്രം. നമ്മുടെ തലമുറ ആരായി മാറും? ആമേ സ്വത്ര മക്കളെ. ഇവിടം കൊണ്ട് അവസാനിക്കത്തിൽ അടുത്തൊരു പുറപ്പാടിലേക്ക്. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത്, അബ്രഹാം ഒന്നും കാണാതാ ഇറങ്ങി പുറപ്പെട്ടത്. ഒന്നും കണ്ടില്ല, കാണാതെ ഇറങ്ങിയതാ. എന്നാൽ അബ്രഹാമിനെ കൊണ്ടുവന്ന പദവി എവിടാ കൊണ്ട് നിർത്തിയേ? അബ്രഹാമിൻ്റെ പദവി പുതിയ നിയമ പുസ്തകം തുറക്കുമ്പോൾ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ 1-ാമത്തെ വാക്ക് എന്താ? അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. സ്തോത്രം. ഒന്നും കാണാതെ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ കർത്താവ് കൊണ്ടു നിർത്തുന്ന പദവി എത്ര വലുതാ. സ്തോത്രം. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ സാക്ഷി എപ്പോഴും പറയാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ വന്ന വഴികൾ. സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇടുക്കിയിൽ AG ചർച്ചിൽ പോകുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ വലിയൊരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെയും കൂടെ. ഞാനതിൻ്റെ മുന്നിൽ നിന്ന് വാവിട്ട് കരഞ്ഞു, വാവിട്ട് നിലവിളിച്ചു. എന്തിനാണെന്നറിയാവോ? ഒരു കാലത്ത് ഞങ്ങൾ ഈ ചർച്ച് വരുമായിരുന്നു. ഞങ്ങൾ ഹൈ റേഞ്ചിലായിരുന്നു. ഞങ്ങൾ IPS ഉള്ള ബന്ധത്തിലാണ് ശുശ്രൂഷയിൽ. ഇടുക്കി പല ഭാഗങ്ങളിലായിരുന്നു. അന്ന് കഴിക്കാനൊന്നുമില്ല. 2 ആൺകുഞ്ഞുങ്ങളുണ്ട്. കഴിക്കാനൊന്നുമില്ല. പട്ടിണിയുടെ അനുഭവമാണ്. ഏത് വീട്ടിൽ ചെന്നാലും കട്ടൻ ചായയാണ്. ഇപ്പോൾ ഒത്തിരി പുരോഗമിച്ചു. അന്ന് കട്ടൻ ചായയാണ്. പാലൊഴിച്ച ചായക്ക് പാൽ ചായ. ഓരോ വീടുകളിലും ട്രാക്ട് കൊടുക്കുമ്പോൾ പറയും, കർത്താവേ ഒരു പാലൊഴിച്ച ചായ കിട്ടണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവരുടെ വയറ്റിൽ അല്പം പാലിൻ്റെ അംശം ചെല്ലാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിൽ അന്നത്തെ AG ചർച്ച, അവിടുത്തെ ഏറ്റവും വലിയ ചർച്ച AG ചർച്ച. ഞങ്ങൾ IPC ഒക്കെ ചെറിയ ചർച്ച. ഞങ്ങൾ ഈ AG ചർച്ചിൽ പോയതിനെന്നറിയാവോ? അവിടെ എപ്പോഴും ഫാസ്റ്റിംഗ് പ്രെയർ നടക്കും. ഈ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും പുറകിൽ പോയി ഇരിക്കും. ഈ കുഞ്ഞുങ്ങൾ ഭയങ്കര കുരുത്തക്കേടാ. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പുറകിൽ പോയി ഇരിക്കും. ഈ മീറ്റിംഗ് കഴിയുന്ന സമയത്ത് ആ പാസ്റ്റർ അവസാനം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ആ പാസ്റ്ററുടെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പാസ്റ്റർ ആൻറ്റിയുടെ മുഖത്തോട്ട് നോക്കിയിരിക്കും. എന്തിനാണെന്നറിയാവോ? ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പാസ്റ്റർ ആൻറ്റി പറയണം, ചോറ് കഴിച്ചിട്ട് പോകാം, ഫുഡ് കഴിച്ചിട്ട് പോകാൻ നിൽക്ക് എന്ന് പറയുന്നത് കാണാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കും. ആൻറ്റി പറയും ആഹാരം കഴിച്ചിട്ട് പോകാം. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാ. ആഹാരം കുഞ്ഞുങ്ങൾക്ക് വയറ് നിറച്ച് വാരിക്കൊടുത്ത് അന്ന് രാത്രി പോയി സുഖമായി ഉറങ്ങും. ആമേൻ. പക്ഷേ എൻ്റെ കർത്താവ് ബൈബിളിലൊരു വചനമുണ്ട്, കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. ചിലത് കർത്താവ് കടം പറഞ്ഞിട്ടു. മക്കളെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഓടിയതും ചെലവിട്ടതും പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും കരഞ്ഞതും ഒന്നും വെറുതെ അല്ല. കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. ചിലത് കർത്താവ് കടം പറഞ്ഞു. അന്ന് ഒരു നേരത്തെ ആഹാരത്തിന് ആ ആലയത്തിൽ പോയെങ്കിൽ ഇപ്പോൾ പോയത് അതിനല്ല. നിന്നെ കൊണ്ടുവന്ന പദവി നീ ഓർത്തു നോക്ക്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ മെയിൻ ഹൈ റേഞ്ചിൽ ഈ ചെറുതോണി ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കാലിന് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ സാക്ഷിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. ഞങ്ങൾ നാട്ടിലേക്ക് വന്ന്, എനിക്ക് ഓർമ്മയുണ്ട്, നാട്ടിൽ വന്ന് ഞങ്ങൾ ഒരു ഉൾഗ്രാമം പൊന്മാനൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഷാജി ഇടമൺ പാസ്റ്ററുടെ കയ്യിൽ നിന്നൊരു മൈക്ക് സെറ്റൊക്കെ അച്ഛൻ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളിങ്ങനെ പരസ്യോഗത്തിന് പോകുമായിരുന്നു. ഓരോ കവലകളിൽ പോയി പരസ്യോഗം ചെയ്തു. കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി. ആമേൻ.
ഞങ്ങൾക്ക് തന്ന സമയം ഒന്നും നഷ്ടമാക്കിയിട്ടില്ല. പലരും പറഞ്ഞു നിനക്ക് കാല് വയ്യാത്തതാ, നീ അംഗവൈകല്യമുള്ളവനാ, എങ്ങും എത്തത്തില്ല, എങ്ങും നീ തകർന്നു പോകും, ഒരിക്കലും ഉയരത്തില്ല. എന്നോട് പറഞ്ഞു നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അംഗവൈകല്യമുള്ളവരാകുമായി മാറുമെന്ന്, ജനിക്കുന്ന തലമുറ അംഗവൈകല്യമുള്ളവരാകുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോഴും എനിക്കറിയാം, ഞാൻ കേട്ടൊരു ദൈവശബ്ദമുണ്ട്, കർത്താവ് അറിയിച്ചിട്ടുള്ള ദൈവശബ്ദം, കർത്താവ് തന്ന സ്വപ്നം, ദർശനം. ആരൊക്കെ ശാസിച്ചാലോ ആരൊക്കെ കളിയാക്കിയാലോ മാറിപ്പോകുന്നതല്ലേ അല്ല. ഇന്ന് പകൽ പൂർണ്ണമായി വിശ്വസിക്കുക, നമ്മെക്കുറിച്ച്, നമ്മുടെ തലമുറയെക്കുറിച്ച്, നമ്മുടെ മിനിസ്ട്രിയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതൊരിക്കലും കുറ്റിയായി ശേഷിപ്പാൻ അനുവദിക്കത്തില്ലമ്മോ. അതിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അത് പടർന്ന് പന്തലിക്കും. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുക. ഉണങ്ങിപ്പോയി കരിഞ്ഞുപോയി കുറ്റിയായി എന്ന് ലോകം പറയുമ്പോൾ കർത്താവ് പറയുന്നു, അതിൽ നിന്ന് മുളകളെ പൊട്ടി മുളപ്പിക്കുന്നവരാ. സ്തോത്രം. നോക്കിക്കേ, യഹോവയായ ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, മോശ, യോശുവ, ദാവീദ്, ഏലിയാവ്, എലീശ, ഇവരെല്ലാം അത്ഭുതങ്ങൾ ചെയ്തില്ലേ? അടയാളങ്ങൾ ചെയ്തില്ലേ? വീര്യപ്രവർത്തികൾ ചെയ്തില്ലേ? ചെങ്കടൽ രണ്ടാക്കി മാറ്റിയില്ലേ? യോർദാൻ രണ്ടാക്കി മാറ്റിയില്ലേ? മരുഭൂമിയിൽ മന്ന പൊഴിച്ചില്ലേ? അത്ഭുതങ്ങളും അടയാളുകളും വീര്യപ്രവർത്തികളൊക്കെ ചെയ്തില്ലേ? എന്നാൽ സ്ത്രീ സർപ്പത്തിന്റെ തല തകർത്തോ? സർപ്പത്തിന്റെ തല തകർത്തോ? ഇല്ലെന്ന്. ന്യായപ്രമാണത്തിന് കഴിയാതെ പോയത്, ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയത്. പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്, ഒന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യെശയ്യാവ് 51-9-10 വാക്യങ്ങൾ. മോശയും ഇസ്രായേൽ ജനവും ചെങ്കടലിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ അവരെ മുന്നോട്ട് വിടാത്ത രഹബ്, അവരെ മുന്നോട്ട് വിടാത്ത മഹാസർപ്പം ജനത്തെ മുന്നോട്ട് വിടത്തില്ല, വാഗ്ദത്ത ദേശത്ത് എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് രക്തം കുടിക്കാൻ നിൽക്കുന്ന രഹബും മഹാസർപ്പവും. മോശ കൊട്ടാരത്തിനകത്ത് വെച്ച് മോശയുടെ വടി സർപ്പമായി, മന്ത്രവാദിയുടെ വടി സർപ്പമായി. അത്ഭുതം ചെയ്തതല്ലേ? ചെയ്തതാ. മോശയുടെ സർപ്പം മന്ത്രവാദിയുടെ സർപ്പത്തെ വിഴുങ്ങിക്കളഞ്ഞതാ. അത്ഭുതങ്ങൾ ചെയ്തതാ. പക്ഷെ ഇപ്പോൾ ഈ ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുമ്പോൾ മോശയാണോ സർപ്പത്തിന്റെ തല തകർത്തെ? ആണോ? അല്ല. പിന്നെ അവിടെ എന്താ വായിച്ചേ? യഹോവയുടെ ഭുജമേ ഉണരുക, നീയാ രഹബിനെ വെട്ടിയത്, മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത്. യഹോവയുടെ ഭുജമേ നീയാ. ആരാ യഹോവയുടെ ഭുജം? ആരാ യഹോവയുടെ ഭുജം? അതെന്റെ യേശു അല്ലേ? അതെന്റെ യേശു മക്കളെ. യെശയ്യാവിൽ തന്നെ പറയുന്നുണ്ട്, നഗ്നമാക്കപ്പെട്ട ഭുജം, അവതരിച്ച ഭുജം, രക്ഷ വരുത്തിയ ഭുജം, ഭരിക്കാൻ പോകുന്ന ഭുജം. തെളിവുകൾ എടുക്കാൻ സമയമില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക. സ്വത്ര സമയം മുന്നോട്ട് പോകുന്നു. യെശയ്യാവിൽ തന്നെ പറയുന്നുണ്ട്. പല ഭാഗത്ത് വേണമെങ്കിൽ വാക്യങ്ങളൊന്ന് കുറിച്ചെടുത്തോ. യെശയ്യാവ് 30:30, യെശയ്യാവ് 30:30 പറയുന്നു അവതരിച്ച ഭുജം. യെശയ്യാവ് 52-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു നഗ്നമാക്കപ്പെട്ട ഭുജം. യെശയ്യാവ് 59:16 വായിക്കുന്നു രക്ഷ വരുത്തിയ ഭുജം. യെശയ്യാവ് 40:10 പറയുന്നു ഭരിക്കാൻ പോകുന്ന ഭുജം.
ഇതാരാ ഇത്? ഇതെന്റെ യേശുവല്ലേ? യേശുവാണതേ. അപ്പൊ യേശുവേ, നീ ആ സർപ്പത്തിന്റെ തല തകർത്തത് മോശയ്ക്ക് കഴിയാതെ പോയത് എന്റെ യേശുവിന്റെ ഭുജ. ഇന്ന് മകൾ ദൈവാത്മ പറയുന്നു, മുന്നോട്ട് വിടാത്ത മഹാസർപ്പം, തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രഹബിന്റെ ശക്തി, ഇന്ന് പകൽ ദൈവജനത്തെ തകർക്കുന്ന ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ ചില തകർക്കുന്ന പകല. സ്വതന്ത്രം. ആലയത്തിനകത്ത് പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സെക്കറിയാവിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് പറഞ്ഞു, സെക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും, അതിന് യോഹന്നാൻ എന്ന് പേരിടണം. സ്തോത്രം. ഒരിക്കലും ഒരു സന്തതി ജനിക്കത്തില്ലെന്നും ഒരു ജീവനുള്ള സന്തതി ഉണ്ടാകത്തില്ലെന്നുമുള്ളതായ പൗരോഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ സൂചനയാണ് സെക്കറിയാവ്. പക്ഷെ ദൈവം പറഞ്ഞു, അല്ലെ ദൂതൻ വന്ന് പറഞ്ഞു, നിനക്കൊരു മകനെ തരാൻ പോവാ. എന്താ എത്ര വൈകിയേ? എന്താ എത്ര താമസിച്ചേ? അദ്ദേഹം പറയും, മക്കളെ എന്താണെന്നറിയാമോ? സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ വരുന്ന സ്ത്രീയുടെ സന്തതിയെ പരിചയപ്പെടുത്തുവാൻ ഞാൻ നിനക്കൊരു സന്തതിയെ തരും. അത് വെറും ഒരു സന്തതിയല്ല, നിന്റെ തലമുറയ്ക്ക്. ആമേ. ഇന്ന് പകൽ പറഞ്ഞു, എന്താ ആമേ താമസമെന്ന് നീ ചോദിച്ചില്ലേ ആന്റി? എന്തുകൊണ്ടാ വൈകുന്നത്? കർത്താവ് പറയും, വെറും ഒരു അല്ല മക്കളെ, സന്തതി അല്ല, ഒരു അത്ഭുതത്തിന്റെ സന്തതി. ആമേ. കർത്താവിനെ പരിചയപ്പെടുത്തുന്ന, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സന്തതിയെ നിനക്ക് തരും. ഓടിച്ചു പോകുക. നോക്കി, ഈ യോഹന്നാൻ ജനിച്ചു. 8 ദിവസം പ്രായമായ യോഹന്നാനെ എടുത്ത് ഈ സക്കറിയാവ് ഒരു പുരോഹിതനല്ലേ, പുരോഹിത ശുശ്രൂഷ സക്കറിയാവല്ലേ. സക്കറിയാവ് ഈ കുഞ്ഞിനെ 8 ദിവസം പ്രായമായ കുഞ്ഞാ. ഈ കുഞ്ഞിനെ എടുത്തിട്ട് ആമേൻ സക്കറിയാവ് പറയുക, നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. നീ കർത്താവിന് വേണ്ടി വഴി ഒരുക്കുന്നവനാ. ഇന്ന് പകൽ പരിശുദ്ധ വ്യക്തമായി പറയുന്നു, ആമേ, തലമുറ നോക്കി പ്രവചിച്ചു തുടങ്ങ്. ആമേ, കർത്താവിന് വേണ്ടി വഴി ഒരുക്കുന്ന ഒരു തലമുറയെ നിനക്ക് വേണ്ടി നൽകി തരുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ശക്തമായി പറ, ആ ഒരു തലമുറയെ നമുക്ക് തരുമെന്ന്. അതെ, അനേകർ പട്ടുപോയ മരുഭൂമിയിൽ, അനേകർ തകർന്നു പോയ മരുഭൂമിയിൽ നിന്നുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ ആരെ പരിചയപ്പെടുത്തുക? എൻ്റെ യേശുവിനെ പരിചയപ്പെടുത്തുക. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നു.